ഈശ്വരഭക്തിയിലും ഇവരെ പോലെ ഉറച്ചൊരു വിശ്വാസം മറ്റുള്ള വ്യക്തികളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഏത് പ്രതിസന്ധിയിലും ഈശ്വര വിശ്വാസം ഇവർ മുറുകെ പിടിക്കും. ദൈവാനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഇവർക്കൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സഹജീവികളോട് കരുണയുള്ള വ്യക്തികളുമാണ് ഇവർ. ആശ്രിതർക്ക് ഒരു തണൽ മരമാണ് ഇവർ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. മറ്റുള്ള വ്യക്തികളെ വളർത്തുവാൻ വേണ്ടിയിട്ട് സദ്ബുദ്ധിയും സഹായങ്ങളും നൽകുവാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നതാണ്. നീറുന്ന മനസ്സുകൾക്ക് ഇളം കാറ്റാകാൻ വെമ്പൽ കൊള്ളുന്നൊരു മനസ്സ് ഇവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. ഇവരുടെ സ്നേഹമോ സഹായമോ കൈപ്പറ്റാത്ത വ്യക്തികൾ കുടുംബത്തിൽ മാത്രമല്ല, ഒരു പക്ഷേ അയൽപ്പക്കങ്ങളിലും കാണുകയില്ല. പക്ഷി മൃഗാദികളോട് വരെ ദയാവായ്പോടുകൂടിയേ ഇവർ പെരുമാറുകയുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും ആരെന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തിനെ മുറുകെ പിടിച്ച് പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തികളാണ് എന്നും കൂടി ഇവരെ പറയേണ്ടതുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഏത് ദോഷഫലങ്ങളെയും മൗനമായിട്ട് ഇവർ അനുഭവിച്ചു കൊള്ളുകയും ചെയ്യും. ചില സമയങ്ങളിൽ സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശങ്ങളുടെ പേരിൽ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും വിളിച്ചു പറയുകയും ചെയ്തേക്കും. കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോയേക്കാവുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പിന്നീട് ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്തേക്കും. മറ്റുള്ള വ്യക്തികളെ ഉപദ്രവിക്കരുത് എന്നുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധവും അതുപോലെ തന്നെ ആർഭാട ഭ്രമവും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. സഹനശക്തി ഇവർക്ക് പ്രായേണ കുറവാണെങ്കിൽ പോലും ആരെങ്കിലും പിൻബലം കൊടുത്താൽ ഏത് പ്രതിബന്ധത്തെയും ഇവർ മറികടക്കുകയും ചെയ്യും. സ്വന്തം ബന്ധുവർഗ്ഗങ്ങളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് കാര്യമായ പ്രയോജനമൊന്നും തന്നെ സിദ്ധിച്ചു എന്ന് വരില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. സഹോദരവർഗത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവരിൽ നമ്മൾ കണ്ടുവരുന്നത്.